ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ചായ കുടിയെല്ലാം കഴിഞ്ഞു. ഇന്നൊരു ദോശ ഉണ്ടാക്കിയെടുത്താണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള ദോശയല്ല, നമ്മുടെ മദ്രാസിൽ, ബാംഗ്ലൂർ എല്ലാം തട്ടുകടയിലെല്ലാം ഉണ്ടാക്കുന്നൊരു ദോശയാണ്. പിന്നെ ചെറുപയർ പരിപ്പ്, പിന്നെ കടലക്ക പരിപ്പ്, കുറച്ച് നമ്മളെ ബിരിയാണി അരിയില്ലേ അതും പൊതിർത്ത് വെക്കുക. ഒരു 4 മണിക്കൂർ പൊതിർത്ത് വെക്കുക. കൂടുതലായിട്ട് ചെറുപയർ പരിപ്പ്, പിന്നെ കടലക്ക പരിപ്പ് കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതിലും കുറച്ചായിട്ട്. പിന്നെ അരിയും, നമ്മളെ ബിരിയാണി അരി ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ ഗ്ലാസ്സിൽ തന്നെ പല അളവിലാക്കിയിട്ട് എടുത്തതാണ്. പിന്നെ ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അരയാൻ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ച് മഷി പോലെ അരച്ചെടുക്കുക. ഇനി കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറി, കുട്ടികളെല്ലാം കഴിക്കുന്ന പച്ചക്കറി ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ്, പിന്നെ ഉള്ളി, ഇല്ല ക്യാപ്സിക്കം ഉണ്ട്. അത് ഞാൻ ക്യാരറ്റും ഉള്ളിയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തേ. ഇനി നമ്മൾ ഒരു തവ അടുപ്പിൽ വെക്കുക, ദോശ പരത്തിയെടുക്കുക. ഒന്ന് തീയൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മളെ മൊസറല്ല ചീസില്ലേ അതുകൂടി ഇട്ട് കൊടുക്കുക. പച്ചക്കറി എന്നാ ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കുക. ബീട്രൂട്ട് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. മൊസറല്ല ചീസ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും, കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവും. ഇനി അതങ്ങനെ തന്നെ ഒന്ന് മൂടി വെക്കുക. കുറച്ച് സമയം മൂടി വെച്ചാൽ, എന്നിട്ട് പിന്നെ തുറന്നിട്ട് ഇതുപോലെ ചുരുട്ടിയെടുക്കുക. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ കറിവേപ്പില അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കഴിക്കുന്നേരം ദോശ കഴിക്കുന്ന സമയത്ത് മാത്രം ചുട്ടെടുത്താൽ മതി. തണിഞ്ഞു കഴിഞ്ഞാൽ തിന്നാൻ രസം ഉണ്ടാവില്ല. കുട്ടികൾ സ്നാക്സിനെല്ലാം കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇപ്പോൾ സ്കൂളില്ല, എക്സാം കഴിഞ്ഞപ്പോൾ സ്കൂൾ അടക്കുമല്ലോ, അന്നേരം ട്യൂഷൻ ക്ലാസ്സിലെല്ലാം പോകുന്ന കുട്ടികൾക്കെല്ലാം ഇതുപോലെ ചെയ്ത് വായൻ്റെലെല്ലാം പൊതിഞ്ഞ് കൊടുത്താൽ അവർക്കും ഒരു ഇഷ്ടം ഉണ്ടാവും തിന്നാൻ. പയർ, കടല, പരിപ്പ് എല്ലാം ഉള്ളത് കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് എല്ലാവരും ഉണ്ടാക്കി വെക്കണേ.